ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. V7 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശബരിമല യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെയാണ് ഞാൻ ഇവിടുന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ 7 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ശബരിമല യാത്ര തുടരുന്നത്. പതിവ് തെറ്റിക്കാതെ നമ്മൾ ഇപ്രാവശ്യവും പരമ്പരാഗത കാനനപാതയിലൂടെയാണ് യാത്ര. ഗുരുഭവനപുരി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ V7 വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. കൂടാതെ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. ശബരിമല സീസൺ ആയതുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രത്തിലും സ്വാമിമാരുടെ തിരക്കുണ്ടായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്ര ദർശനത്തിന് സ്വാമിമാർക്ക് വേണ്ടി പ്രത്യേകം ക്യൂ വരെ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഗുരുവായൂർ ആനയോട്ടം, അതുപോലെ ഗുരുവായൂർ ഏകാദശി എന്നൊക്കെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂവള വൃക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ മൺമറഞ്ഞു പോയ ഗജവീരന്മാരാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ പത്മനാഭൻ, അതുപോലെ ഗുരുവായൂർ കേശവൻ. ഈ കാണുന്നതാണ് മരപ്രഭു, വൃക്ഷങ്ങളുടെ ദൈവം എന്നറിയപ്പെടുന്ന മരപ്രഭു. നമ്മുടെ അടുത്ത ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമക്ഷേത്രമാണ്. ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തൃപ്രയാർ ഏകാദശി, അതുപോലെ ആറാട്ടൊക്കെ ഇവിടെ പ്രത്യേകതയാണ്. തൃപ്രയാർ തേവരുടെ പള്ളിയോടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയോടത്തിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തൃപ്രയാർ ആഞ്ജനേയ സ്വാമിയെ കണ്ടു വണങ്ങി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെത്തി. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മീനഭരണി, അതുപോലെ കോഴിമൂടൽ ചടങ്ങ് ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. ആലുവ പുഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആലുവ പുഴയിൽ നമുക്കൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവാം. ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് ഇവിടെ ബലിതർപ്പണമാണ് ഇവിടുത്തെ പ്രത്യേകത. അടുത്ത് നമ്മൾ പോകുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകന്തൊഴൽ ആണ് പ്രത്യേകത. അങ്ങനെ നമ്മൾ കീഴ്ക്കാവിലും പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വരാം. ഇതാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപമുള്ള പവിഴമല്ലിത്തറ. അങ്ങനെ നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈക്കത്തഷ്ടമി ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ആനയെ കാണാനിടയായി. തികഞ്ഞ ഒരു ആനപ്രേമി ആയതുകൊണ്ട് എനിക്ക് ആനയുടെ പേരും മനസ്സിലായി. ചൈത്രം അച്ചു ആണ് ആ ആനയുടെ പേര്. നമ്മുടെ അടുത്ത ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ 7.5 പൊന്നാന ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ദർശനങ്ങൾ നടത്തി. അടുത്തതായി പോകുന്നത് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ തിരുമേലിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ തിരുമേലിയിൽ എന്തായാലും സ്റ്റേ ചെയ്യും. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കും. ഇതാണ് തിരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കവാടം. ഈ കാണുന്നതാണ് തിരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. തിരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പേട്ടതുള്ളൽ മഹോത്സവമായിരുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തിരുമേലി പേട്ടതുള്ളൽ. കാട്ടാള വേഷമൊക്കെ കെട്ടിയിട്ട് സ്വാമിമാർ ഡാൻസ് ചെയ്യുന്നൊരു ചടങ്ങാണ്. അതുപോലെ തന്നെ നമ്മൾ പോയെന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പും കൂടെ ഉണ്ടായിരുന്നു. ഉത്സവമായിരുന്നു. അങ്ങനെ നമ്മൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്ക് തുടക്കമായി. തിരുമേലിയിലെ കാഴ്ചകളാണ് പ്രദേശം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഭാഗം സ്വാമിമാരും അങ്ങനെ പേട്ടതുള്ളി വരുന്നത്. ഇതാണ് വാവര് പള്ളി. നമ്മുടെ അയ്യപ്പസ്വാമിയുടെ സുഹൃത്ത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അങ്ങനെ നമ്മൾ അവിടേക്ക് കയറി പ്രാർത്ഥിച്ചിട്ട് പരമ്പരാഗത കാനനപാതയിലൂടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പരമ്പരാഗത നടപ്പാത, പെഡസ്ട്രിയൽ വേ എന്നൊക്കെ. നമ്മൾ ആ വഴിയാണ് നടന്നു പോകേണ്ടത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു പയ്യനെ കണ്ടു. ഒരു വിൽപ്പനയാണ് കേട്ടോ. ഇതാണ് പേരൂർ തോട്. ഇവിടെ കാനനപാതയിലൂടെ പോകുന്ന സ്വാമിമാരെല്ലാവരും പൊരിയൊക്കെ മേടിച്ചിട്ട് വഴിപാട് ചെയ്യും. അതായത് മീനൂട്ട് എന്നൊക്കെ പറയും. പൊരി വഴിപാടാണ് ഇവിടുത്തെ മെയിൻ. അങ്ങനെ പൊരി വഴിപാടെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കുകയായിട്ടോ. ഏകദേശം 1 കിലോമീറ്റർ നടന്നപ്പോൾ ഇരുമ്പൂന്നിക്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എത്തി. ഇരുമ്പൂന്നിക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അന്നദാനമൊക്കെ നടത്താറുണ്ട്. ഇപ്രാവശ്യം അവർ മുടങ്ങാതെ നടത്തുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന സംഭാവനയും നമ്മൾ അന്നദാനത്തിന് വേണ്ടി കൊടുത്തിട്ടോ. അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഇരുമ്പൂന്നിക്കര ബാലഭദ്ര ക്ഷേത്രവും. അപ്പോൾ നമുക്ക് അവിടെയും കയറി ദർശനം നടത്തി വീണ്ടും നമുക്ക് നടക്കാം. പരമ്പരാഗത കാനനപാതയിലൂടെ വരുമ്പോൾ നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടന്നു പോകാം. അങ്ങനെ നമ്മൾ കോഴിക്കക്കാവ് ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് കോഴിക്കക്കാവ് ചെക്ക് പോസ്റ്റ്. കോഴിക്കക്കാവ് ഫോറസ്റ്റ് ക്യാമ്പാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഫോറസ്റ്റിലേക്ക് കടന്നു കേട്ടോ. ആ ഫോറസ്റ്റിലേക്ക് കടന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വിഷ്വൽസിൽ കാണാൻ പറ്റും. 2-3 മണിക്കൂർ ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം വന്യതയാർന്ന ദൃശ്യങ്ങളാവും നമുക്ക് കാണാൻ പറ്റുക. ശരണം വിളികളും ശരണാഘോഷവും മുഴങ്ങുന്ന വന്യ വഴിയിലൂടെയുള്ള യാത്ര. ശരിക്കും നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത്.
പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്ന സ്വാമിമാരുടെ തിരക്ക് ഒട്ടും കുറയുന്നില്ല കേട്ടോ. ധാരാളം കടകളും വിരികളും ഒക്കെ വരുന്ന സ്വാമിമാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് വിരി, വരുന്ന സ്വാമിമാർക്ക് വിശ്രമിക്കാനുള്ള ഇടം. ഒരാൾക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ധാരാളം കടകളും വിരികളും ഒക്കെ നമുക്ക് ഇവിടെയും കാണാം. നമ്മളിനി കുറച്ച് നിരപ്പായ, അതായത് സമതലമായ പ്രദേശത്ത് കൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. സമതല പ്രദേശമായതുകൊണ്ടാവാം വണ്ടികളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കാളകെട്ടി എന്നുള്ള വണ്ടികളാണ് ഇവിടുത്തെ കടകൾക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ നടന്നിട്ട് ഒന്ന് വിശ്രമിക്കാം. അങ്ങനെ ഞങ്ങൾ 2 തണ്ണിമത്തൻ പീസൊക്കെ ഓർഡർ ചെയ്തിട്ട് വിശ്രമിക്കാം കേട്ടോ. നല്ല തണ്ണിമത്തനായിരുന്നു. 2 പീസ് വെച്ച് കഴിച്ചോട്ടോ ഞങ്ങൾ, കാരണം ഇനിയും നടക്കേണ്ടതല്ലേ. അങ്ങനെ ഞങ്ങൾ തലപ്പാറ മലയെത്തിട്ടോ ഗൈസ്. തലപ്പാറ മലയിൽ ശരിക്കും കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീണ്ടും നടക്കാം. നടക്കുന്ന വഴിയിൽ ഇതുപോലെ കുറെ കുഞ്ഞു കുഞ്ഞു അരുവികളും പുഴകളൊക്കെ കാണാം കേട്ടോ. ഇതുപോലുള്ള അരുവികളും പുഴകളും ഇനിയും ധാരാളം നമുക്ക് കാണാം. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേകതയാട്ടോ, നല്ല തണുവും അതുപോലെ എന്താ പറയുക, അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. എനിക്ക് തോന്നുന്നു കാളകെട്ടി ഇവിടുന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാളകെട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാളകെട്ടിയിൽ ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. നമ്മുടെ ശ്രീ മഹാദേവൻ കാളയെ കെട്ടിയ സ്ഥലം എന്നും അറിയപ്പെടുന്നുണ്ട്. ശിവപാർവതി പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശിവനും പാർവതിയും കൂടെയുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ കാളകെട്ടി ദർശനം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് അടുത്തത് അഴുതയിലേക്കാണ് പോകുന്നത്. അഴുതയിലേക്ക് പോകുന്ന വഴി മൊത്തം ടാറിങ് ആട്ടോ. അതുപോലെ തന്നെ ധാരാളം അന്നദാന മണ്ഡപങ്ങൾ നമ്മൾ കാണാനിടയായി. കാളകെട്ടിന് ശരിക്കും ഒരു കിലോമീറ്റർ ഉള്ളൂ അഴുത നദിയിലേക്ക്. ഇവിടുന്ന് പമ്പയ്ക്ക് ശരിക്കും 21 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മൾ അഴുതയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അഴുത നദിയിലേക്ക് എത്തിയിരിക്കുന്നു. അഴുത നദിയിൽ മുങ്ങിക്കുളിച്ച് കല്ലെടുക്കണം, അതാണ് ഇവിടുത്തെ ഐതിഹ്യം. എന്നിട്ട് നമുക്ക് ആ കാണുന്ന വഴിയിലൂടെയാണ് നടക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ കല്ലെടുത്തു ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങാം. 5 മണിക്ക് ശേഷം അഴുത മല നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അഴുത കയറ്റം കഠിനം എന്നാണ് പറയുന്നത്.
നമുക്ക് വിശ്രമിച്ച് അഴുതാമലയൊക്കെ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കാഴ്ച കാണാനിടയായി. അതെ, ആനപ്പിണ്ടം. ആനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എരണ്ടം. അഴുതാമലയിലും ആനകളുടെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അഴുതാമല 5 മണിക്ക് ശേഷം തുറന്നു കൊടുക്കാത്തത്. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാഴ്ചയും നമ്മുടെ കാഴ്ചയിൽപ്പെട്ടു. അതെ, ഏറുമാടം. ഇതാണ് ഗൈസ് ഏറുമാടം. അങ്ങനെ നമ്മൾ കയറി അഴുതാമലയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് സൂര്യനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏകദേശം 3500 അടി മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, കല്ലിടാങ്കുന്ന് താവളം എത്തിയിരിക്കുകയാണ്. നമ്മൾ അഴുതാ നദിയിൽ നിന്ന് മുങ്ങിയെടുത്ത കല്ല് ഈ കല്ലിടാങ്കുന്ന് താവളത്തിലാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇതാണ് കല്ലിടാങ്കുന്ന്. നമ്മൾ അഴുതാ നദിയിൽ നിന്നും എടുത്ത കല്ല് ഇവിടെ സമർപ്പിച്ചു. ഇനി നമുക്ക് തൊഴുത് വീണ്ടും നടക്കാം. കല്ലിടാങ്കുന്നിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം വിരികളും കടകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഫോറസ്റ്റിന്റെ ഹെൽപ്പിംഗ് ഡെസ്ക് ആണ്. ഓരോ സ്ഥലത്തെയും കിലോമീറ്റർ സഹിതം അവരവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊടും വനത്തിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ വേറൊരു കാഴ്ചയും കൂടെ കണ്ടു. നിങ്ങളുടെ നാട്ടിലൊക്കെ തേരട്ടാന്ന് പറയും. ഇവിടുത്തെ തേരട്ടകൾക്കൊക്കെ നല്ല വലിപ്പ കൂടുതലാണ് കേട്ടോ. എല്ലാ സ്വാമിമാരും നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഉടുമ്പമ്പാറ വില്ലൻ അയ്യപ്പ ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ ഇവിടെയും തൊഴുത് പ്രാർത്ഥിച്ച് യാത്ര തിരിക്കുകയാണ് കേട്ടോ. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മൾ നടക്കാൻ പറ്റുന്ന അത്ര കവർ ചെയ്യും. കാരണം ഇനിയും ചെക്ക് പോസ്റ്റുകളുണ്ട്, അവിടെയൊക്കെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാം. ശരിക്കും ഇരുട്ടൊക്കെ വീണ് തുടങ്ങി കേട്ടോ ഗൈസ്. യാത്ര ശരിക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെയും ആനകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടെന്നാണ് ഫോറസ്റ്റുകാർ പറയുണ്ടായിരുന്നത്. അങ്ങനെ ശരിക്കും രാത്രിയായി. നമ്മൾ രാത്രിയിലുള്ള യാത്രയിലാണ്. രാത്രിയിലും സ്വാമിമാരൊക്കെ നടന്ന് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എവിടെയൊക്കെ ആനപ്പിണ്ടുണ്ട്, ആനയുടെ എരണ്ടം ഒരു സ്വാമി ടോർച്ചടിച്ച് കാണിച്ചു തരിക കേട്ടോ. അങ്ങനെ നമ്മൾ പതിവ് തെറ്റിക്കാതെ എന്നും എല്ലാ വർഷവും നമ്മൾ വിശ്രമിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഉള്ള മരമാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളിപ്പോൾ മുക്കുഴി ക്ഷേത്രത്തിലെത്തിട്ടോ. മുക്കുഴി ക്ഷേത്രം ശരിക്കും ഒരു ഹബ്ബാണ്.
രാത്രി യാത്ര ഇവിടെ വെച്ച് അവർ ക്ലോസ് ചെയ്യും. അയ്യോ ഇവിടെ ഇല്ല സാധനം. അപ്പോൾ നമുക്ക് മുക്കുഴിയിൽ ഇന്ന് സ്റ്റേ ചെയ്യാം. എന്നിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ നേരത്തെ എണീച്ച് നമുക്ക് നടക്കാൻ തുടങ്ങാം. അങ്ങനെ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ മുക്കുഴിയിൽ നിന്നും നടക്കുകയാണ് കേട്ടോ. മുക്കുഴിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുക്കുഴിയൊക്കെ ശരിക്കും വനാന്തരമാണ്. മുക്കുഴിയിലും ആനകളുടെ സാന്നിധ്യം ഏറെയുണ്ട്. നമ്മൾ മുക്കുഴിയിൽ നിന്ന് കുറച്ച് ഒരു 1 കിലോമീറ്റർ നടന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായി. സ്വാമിമാരൊക്കെ ശരണം വിളിച്ച് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, സൂര്യനൊക്കെ പതുക്കെ പതുക്കെ ഉദിച്ചു വരുന്നുണ്ട്. നമുക്കിനിയും കുറേ കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. ഇപ്പോൾ ഗൈസ്, ഇവിടെയും ആനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഗൈസ് വള്ളിത്തോട്. വള്ളിത്തോട് താവളത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് വള്ളിത്തോട് ഫോറസ്റ്റ് ക്യാമ്പ്. ശരിക്കും ഉൾക്കാട്ടിലുള്ള ഫോറസ്റ്റ് ക്യാമ്പാണ്. ആദ്യത്തെ ഫോറസ്റ്റ് ക്യാമ്പാണ് വള്ളിത്തോട് ഫോറസ്റ്റ് ക്യാമ്പ്. ശരിക്കും ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര കുളിർമയാണ് കേട്ടോ ഗൈസ്. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഭയങ്കര ശുദ്ധമാണ്. ശുദ്ധമായ വായു നമുക്ക് നടക്കുമ്പോൾ ലഭിക്കും. നമുക്കത് പ്രത്യേകിച്ച് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെറു സൂര്യോദയത്തിൽ നടന്നു നീങ്ങുകയാണ്. നമുക്ക് ഇനിയും നടക്കാൻ കുറേ ഉണ്ട്. നമ്മൾ കരിമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് മന്ദം മന്ദം നടന്നു നീങ്ങുകയാണ് കേട്ടോ ഗൈസ്. ശരണം വിളികൾക്കും ഭക്തിഗാനങ്ങൾക്കും ഒരു കുറവുമില്ല. നമ്മുടെ കൂടെയുള്ള സാമ കേട്ടോ നടന്നു പോകുന്നു. നമ്മുടെ മുന്നിൽ പോയൊരു സ്വാമി പാത്രമൊക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ആക്ച്വലി പാത്രം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നടന്നു പോകുന്ന സ്വാമിമാരെല്ലാവരും മകരവിളക്ക് കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. അപ്പോൾ അത്രയും ദിവസത്തെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനും നെയ്യ് വിഷയത്തിനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ടാണ് അവർ നടന്നു പോകുന്നത്. ആക്ച്വലി ഇരുമുടിക്കെട്ടിലും അയ്യപ്പസ്വാമി കൊണ്ടുപോയത് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള ധാന്യങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഇരുമുടിക്കെട്ടിലും പണ്ടത്തെ സ്വാമിമാർ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ അരി, പലവ്യഞ്ജനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ പുതുശ്ശേരി താവളം എത്തിയിരിക്കുകയാണ്. ഇതാണ് പുതുശ്ശേരി താവളം. സൂര്യനൊക്കെ ശരിക്കും ഉദിച്ചു ഉയർന്നു കേട്ടോ.
അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് കാട്ടുപുഷ്പം. എല്ലായിടത്തും കാണൂല കേട്ടോ. അതാണ് കരിമല. കരിമല വഴിക്ക് വരുന്ന സ്വാമിമാർക്ക് ഭക്ഷിക്കാനായിട്ടുള്ള ബോണ്ടയും പഴംപൊരിയും ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മൾ കരിയിലാന്തോട്ടിലേക്കാണ് ഇറങ്ങുന്നത്. ഇതാണ് കരിയിലാന്തോട്ട്. കരിയിലാന്തോട്ടിൽ കുളിക്കുന്ന സ്വാമിമാരൊക്കെ തോട്ടിൽ കുളിച്ച് അതിനുശേഷം മാത്രമേ യാത്ര തുടരൂ. നമ്മൾ കരിയിലാന്തോട്ടിൽ ഇറങ്ങി ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും നടക്കുകയാണ്. എത്ര സ്വാമിമാരാണ് കണ്ടോ ഗൈസ്. സ്വാമിമാരുടെ തിരക്കിനൊരു കുറവുമില്ല. വരുന്ന വഴിക്ക് നല്ലൊരു കൗതുകമായ കാഴ്ച കണ്ടു. കരിയിലാന്തോട്ടിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇതുപോലെ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. ഇവിടെയും കുഞ്ഞു തോടുണ്ട് കേട്ടോ. ഇതൊക്കെ കരിയിലാന്തോട്ടിൻ്റെ ഭാഗം തന്നെയാണ്. വെൽക്കം ടു കരിയിലാന്തോ. ഓരോ താവളത്തും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അങ്ങനെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും നടക്കുകയായി. ഇവിടെ മറ്റൊരു ബോർഡുണ്ട്, കരിമല 4 കിലോമീറ്റർ, പമ്പ 8 കിലോമീറ്റർ. നമ്മൾ ശരിക്കും 45 ഡിഗ്രി ആംഗിളിലാണ് നടക്കുന്നത്. അത്രയ്ക്ക് റിസ്ക് ആട്ടോ ഗൈസ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നമ്മൾ ശരിക്കും 45 ഡിഗ്രി കോണിലാണ് ഈ സ്വാമിമാരിപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. കരിമലയിലേക്ക് നമുക്ക് ഇനിയും നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് വനദേവത, വനത്തിനുള്ളിലെ ദൈവം. ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് യാതൊരു ആപത്തും വരുത്താതെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മല കയറാം. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ധാരാളം കുഴികൾ കാണാം. അതെന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു 45 ഡിഗ്രി കോണിലാണ് നമ്മൾ, അതായത് സ്വാമിമാർ അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് കയറുന്നത്. അപ്പോൾ അവർക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി, സ്വാമിമാരുടെ കാലുകൾ സ്ലിപ്പാവാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ കുഴികൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതല്ലാതെ റോപ്പും കെട്ടിയിട്ടുണ്ട് കേട്ടോ. റോപ്പിലും പിടിച്ച് നമുക്ക് കയറാം. എനിക്ക് തോന്നുന്നു കരിമലയ്ക്ക് ഇനി കുറച്ചുകൂടെ നടന്നാൽ മതി. കരിമല കയറ്റം കഠിനം കഠിനം എന്നാണ്. ശരിക്കും കഠിനം അഴുതാ കയറ്റവും കരിമല കയറ്റവുമാണ്. അങ്ങനെ നമ്മൾ കരിമല കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കരിമല സ്റ്റാർട്ട് ചെയ്തു. കരിമല കയറുമ്പോൾ ശരിക്കും നമ്മുടെ മുട്ടുകൾ മലയിൽ മുട്ടും എന്നാണ് പറയാറ്. കരിമലയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ടാസ്കും പൂർത്തീകരിച്ചിരിക്കുന്നു. കരിമല താവളം എത്തിയിട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ
കരിമല ദേവീക്ഷേത്രം കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ദേവീക്ഷേത്രത്തിൻ്റെ ബോർഡ്. അഴുതാമേടും കരിമലയും കയറ്റിത്തന്ന ദേവിയോട് നമുക്ക് നന്ദി പറഞ്ഞ് കരിമല നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ കരിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കരിമല ഇറങ്ങി ഒരു ചെറിയ കയറ്റം കൂടിയുണ്ട് നമുക്ക് കരിമല ടോപ്പിലേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ കരിമല ടോപ്പിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരിമല ടോപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് ഗൈസ് കരിമല ടോപ്പ്. ഇനി നമുക്ക് കരിമല ടോപ്പിലെ വിശേഷങ്ങൾ കാണാം. കരിമല ടോപ്പ് ധാരാളം പ്രത്യേകതകളുള്ള ഒരു സ്ഥലവും കൂടെയാണ്. ഇതാണ് കരിമല ടോപ്പിലെ ക്ഷേത്രം. അങ്ങനെ നമ്മൾ കരിമല ടോപ്പിലെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമുക്ക് വിരിയിലേക്ക് പോവാം. കരിമല ടോപ്പിൽ കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, കരിമല ടോപ്പിലെ 360 വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6500 അടി മുകളിലാണുള്ളത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചരിത്രപരമായ ഒരു സ്ഥലത്തും കൂടെയാണ്. ഇതാണ് ആ ചരിത്രപരമായ കിണർ. 6500 അടി മുകളിൽ അയ്യപ്പൻ പമ്പ ചെയ്ത് ഉണ്ടാക്കിയ കിണറാണെന്നാണ് അറിയപ്പെടുന്നത്. ഇത് കരിമല ടോപ്പ് ഫോറസ്റ്റ് ക്യാമ്പ്, കൊടുംവനത്തിലെ രണ്ടാമത്തെ ഫോറസ്റ്റ് ക്യാമ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കൊണ്ടുവന്ന സ്നാക്സും ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വിരിയിലിരുന്ന് കഴിക്കുക കേട്ടോ. അടുത്തുള്ള സ്വാമിമാർക്കും കൊടുത്തു. അത് നമ്മുടെ കടയിലെ ചേട്ടൻ പറഞ്ഞു നമ്മുടെ കടയിൽ ഒരു ഐറ്റം ഉണ്ട്, അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ. ഇതാണ് ഗൈസ് തേങ്ങാ മിഠായി. അപ്പോൾ ഞങ്ങളത് മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും നമ്മുടെ ഫിറോസ്കിയുടെ ശിഷ്യം പറയുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കരിമല ടോപ്പിൽ നിന്ന് നോക്കിയാൽ പുല്ലുമേടും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കരിമല ടോപ്പിൽ നിന്നും ഇറങ്ങുകയായി. ഇവിടെ നിന്നെങ്കിലും ഇടും. കൊടും വനമാണ് കേട്ടോ ഗൈസ്.
പമ്പയിലേക്ക് 5 കിലോമീറ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കരിമല ഇറങ്ങുകയായി. നമ്മൾ കരിമല ഇറങ്ങി ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ആനകളുടെ സാന്നിധ്യം മനസ്സിലായി. ആ കാണുന്ന വഴിക്കാണ് ആനകൾ വന്നിരിക്കുന്നത്. ശരിക്കും ഒരു ആന താര കേട്ടോ അത്. ആനകൾ വരാതിരിക്കാൻ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ആ കാണുന്ന വഴിയിലൂടെയാണ് ആനകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രിയാത്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും നടക്കാം ഗൈസ്. ഒരു സ്വാമി തെങ്ങിന്റെ തൈ കൊണ്ടുവന്നു കേട്ടോ. അതെന്തിനാണെന്നറിയോ? 18 വർഷം ശബരിമലയ്ക്ക് മുടങ്ങാതെ വരുന്ന ഒരു സ്വാമി, അയ്യപ്പസ്വാമിക്ക് അർപ്പിക്കേണ്ട ഒരു കാണിക്കയാണ് ഈ തെങ്ങിൻ തൈ. അതിനോടൊപ്പം തന്നെ ആ സ്വാമി ഗുരുസ്വാമിയാവുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ വലിയാനവട്ടം താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശരിക്കും ചെറിയാനവട്ടം കഴിഞ്ഞിട്ടാണ് വലിയാനവട്ടം വരിക. ശരിക്കും പറഞ്ഞാൽ കരിമലയുടെ താഴ്വാരം ചെറിയാനവട്ടവും അത് കഴിഞ്ഞിട്ടാണ് വലിയാനവട്ടവും. ഈ 2 പ്രദേശത്തും ആനകളുടെ സാന്നിധ്യം വളരെയേറെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കരിമല ഭംഗിയായി ഇറങ്ങി കരിമല താഴ്വാരമായ ചെറിയാനവട്ടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 33 ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് മല കയറി ഇറക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറിയാനവട്ടത്തേക്ക് യാത്ര തിരിക്കുകയാണ്. മല കയറി ഇറങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ ഓരോ കരിക്കൊക്കെ മേടിച്ചു കുടിച്ചു കേട്ടോ. ശബരിമലയിലേക്ക് കരിക്കുകളൊക്കെ വരുന്നത് പൊള്ളാച്ചി ഭാഗത്തു നിന്നാണ്. നല്ല കരിക്കായിരുന്നു കേട്ടോ ഗൈസ്. കരിക്കിന്റെ വെള്ളവും കാമ്പൊക്കെ കഴിച്ച് നമുക്ക് വീണ്ടും നടക്കാം. അങ്ങനെ ഞങ്ങൾ വലിയാനവട്ടത്തേക്കുള്ള യാത്രയിലാണ്. ഇതാണ് ചെറിയാനവട്ടം. ചെറിയാനവട്ടത്തിൽ നിന്നും വലിയാനവട്ടത്തേക്ക് ഏകദേശം 1.5-2 കിലോമീറ്ററോളം ഉണ്ട്. ഇങ്ങനെ നമ്മൾ വലിയാനവട്ടത്തേക്ക് നടക്കുമ്പോൾ റൈറ്റ് സൈഡ് പമ്പാ നദി കണ്ടു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് പമ്പാ നദി, ദ ഹോളി റിവർ പമ്പ. അങ്ങനെ നമ്മൾ വലിയാനവട്ടത്തേക്കുള്ള യാത്രയിലാണ്. നമ്മൾ വലിയാനവട്ടം എത്താറായി. അപ്പോൾ ഇതാണ് ഗൈസ് വലിയാനവട്ടം. വലിയാനവട്ടത്തും ധാരാളം പ്രത്യേകതകളുണ്ട്. ധാരാളം അന്നദാനങ്ങളും അതുപോലെ പമ്പാ വിളക്കും പമ്പാ സദ്യയും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ് വലിയാനവട്ടം. ഇത് ഒരു സ്വാമി ഇവിടെ അന്നദാനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി പമ്പാ സദ്യയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് പമ്പാ സദ്യ. സ്വാമിമാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പമ്പാ സദ്യ കഴിക്കുകയാണ്. പിന്നെ പമ്പാ സദ്യ കഴിച്ചു കഴിഞ്ഞ്
ഞങ്ങൾ പമ്പ നദി കാണാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് ഗൈസ് പമ്പ നദി. പമ്പ നദിയിലെ വെള്ളമൊക്കെ കുറവാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു നടന്നപ്പോഴാണ് കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാമിമാർ പമ്പാ വിളക്കിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അവരോട് ചോദിച്ചപ്പോൾ കുറച്ച് സമയം കൂടെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അലങ്കരിച്ച് ബലൂണും അതുപോലെ അയ്യപ്പ വിഗ്രഹമൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പണികൾ ഇവിടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വെച്ചു. ഈ രാത്രിയിലും സ്വാമിമാരുടെ തിരക്ക് ഒട്ടും കുറവില്ല കേട്ടോ. ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വാമിമാരെല്ലാവരും പമ്പയിലേക്കാണ് നടന്നു പോകുന്നത്. ഇവിടെ കുറച്ച് സ്വാമിമാരെന്താ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കും നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് കേരള ഹൈക്കോർട്ടിൽ നിന്നും വന്നൊരു പ്രസ്താവനയാണ്. വളരെ സങ്കടമുണ്ട് ഇത് കണ്ടപ്പോൾ. അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും വന്ന സ്വാമിമാർ പമ്പാവിളക്കിൽ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇതാണ് പമ്പാവിളക്ക്. ഭജന എന്നൊക്കെ പറയും. അങ്ങനെ ഈ പമ്പാവിളക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെ വേറൊരു ടീമിൻ്റെ പമ്പാവിളക്ക് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതാണ് ഐതിഹ്യപ്രകാരമുള്ള പമ്പാവിളക്ക്. പമ്പാ സദ്യ കഴിച്ച് ഇല കന്നിസ്വാമിമാർ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മുടെ സ്വാമിമാരും പമ്പാവിളക്കുമായിട്ട് പമ്പാ നദിക്കരയിലേക്ക് പോകുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് പമ്പാവിളക്ക് ഘോഷയാത്ര. ധാരാളം സ്വാമിമാരുടെ പമ്പാവിളക്ക് പുറകിലും കഴിയുന്നു. അങ്ങനെ നമ്മുടെ പമ്പാവിളക്ക് പൂജിച്ച അയ്യപ്പ വിഗ്രഹം നമ്മൾ പമ്പാ നദി ഒഴുക്കി വിടുവാൻ പോകുന്നു. പമ്പാ നദിയിൽ ലയിപ്പിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പമ്പാവിളക്ക് പമ്പാ നദി ഒഴുക്കി വിട്ടിരിക്കുകയാണ്. V7 ബ്ലോഗ്സിൻ്റെ ശബരിമല യാത്രയുടെ